ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, കാരുണ്യവാനായ പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ, റഹ്മത്ത് ഈ ഭൂലോകത്തേക്ക് നൽകപ്പെട്ട ദിവസം, ഇരുട്ട് നിറഞ്ഞ ലോകത്ത് പ്രകാശം പരക്കുന്ന ദിവസം, അല്ലാഹുവിന്റെ മലായികത്തുകൾ ആനന്ദം കൊണ്ട് പുളകിതമായ പൊൻസുദിനം, വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തെ പരിചയപ്പെടുത്തിയ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് ഇബ്ലീസ് എന്ന് പരിചയപ്പെടുത്തിയപ്പോൾ ആ ഇബ്ലീസ് ഉണ്ടല്ലോ കരഞ്ഞ ദിവസം ഏതാണെന്നറിയുമോ? നമ്മിലേക്ക് സമാഗതമാകാൻ പോകുന്ന ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം. ആ മാസം ഇതാ നമ്മിലേക്ക് സമാഗതമാകുന്ന ഒരു വേളയിലാണ് ഞാനും നിങ്ങളും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നാം മനസ്സിലാക്കണം, ഓരോ റബീഉൽ അവ്വൽ മാസവും നമ്മിലേക്ക് സമാഗതമാകുമ്പോ ഒരു വലിയൊരു ഗുണപാഠമാണ് ഇതിലൂടെ, വലിയൊരു സന്ദേശമാണ് ഉണ്ടാകുന്നത്. ഒരു സന്ദേശം നൽകുന്നുണ്ട്, ഒരു വലിയ സന്ദേശം എല്ലാ വർഷവും നമ്മിലേക്ക് സമാഗതമാകുന്ന എല്ലാ റബീഉൽ അവ്വൽ മാസവും നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. നാം ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് ആ സന്ദേശം എന്നറിയുമോ? വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിച്ച അതേ സംഭവം തന്നെയാണ്, അതേ സന്ദേശം തന്നെയാണ്. എന്താണെന്നറിയുമോ? വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ആ സന്ദേശം, അത് റബീഉൽ അവ്വൽ, ഓരോ റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് സമാഗതമാകുമ്പോഴും ഈ ഒരു സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നൽകുന്നത്. എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എല്ലാ മനുഷ്യ ശരീരവും മരണത്തിന്റെ രുചി അറിയുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമുണ്ടല്ലോ. വിശുദ്ധമായ ഖുർആനിന്റെ മറ്റൊരു ഭാഗത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമുൽ ഗൈബി വശഹാദതി ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നൂറ്റാണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഹിറാ ഗുഹയിൽ ധ്യാനനിരന്തരായിരുന്ന പശ്ചാത്തലത്തിൽ ഇഖ്റഇന്റെ വീരമന്ത്രോച്ചാരണം മുഴക്കിക്കൊണ്ട് ലോകത്തിന്റെ നിറകയിലേക്ക് ആദ്യമായി വിദ്യാഭ്യാസത്തിന്റെ വാതായനം തുറന്നു തന്ന കാലഘട്ടത്തിന്റെ വേദഗ്രന്ഥമായ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കണേ, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു
മരണത്തെ ഭയന്നുകൊണ്ട് എവിടേക്കാണ് നിങ്ങൾ ഓടി ഒളിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. തീർച്ചയായും ആ മരണമെന്ന് പറയുന്ന പ്രതിഭാസമുണ്ടല്ലോ, അതൊരു മനുഷ്യന്റെ മേലെ സമയമാകുമ്പോൾ തീർച്ചയായും തീർച്ചയായും ആ മരണം നിന്നെ തേടി വരുമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഇലാ ഫയസുമ്മ യുനബ്ബിഉകും ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ, എന്നിട്ട് രഹസ്യവും പരസ്യവും ദൃശ്യവും അദൃശ്യവും അറിയുന്ന ആ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബിന്റെ അടുക്കലേക്കാണ് നിന്റെ മടക്കയാത്രയെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അവിടെ നീ കടന്നു വരുമ്പോ നീ എന്താണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നതെന്ന് നിന്നെ അറിയിച്ചു തരുമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ ഒരു സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ ഓരോ റബീഉൽ അവ്വൽ മാസവും നമ്മിലേക്ക് സമാഗതമാകാൻ പോകുമ്പോൾ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ സന്ദേശം. കാരണം എന്തെന്നറിയുമോ പ്രിയമുള്ളവരെ, ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂലോകത്ത് മരണം നൽകുമായിരുന്നില്ല എങ്കിൽ അത് ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കല്ലയോ. എന്നാൽ ആ ഹബീബായ തങ്ങൾ പോലും ഈ ഭൂലോകത്ത് വിട പറഞ്ഞു പോയെങ്കിൽ ഈ മനുഷ്യ മനസ്സിലാക്കണേ, മരണമെന്ന് പറയുന്ന പ്രതിഭാസമുണ്ടല്ലോ നമ്മെ തൊട്ട് വിദൂരമല്ല എന്ന് മനസ്സിലാക്കണേ. ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഈ ഭൂലോകത്തോട് വിട പറഞ്ഞു പോയി. മനസ്സിലാക്കണമേ മുഅ്മിനേ, സഹോദര, മരണം നമ്മെ തൊട്ട് വിദൂരമല്ല എന്ന് മനസ്സിലാക്കിക്കോ. ഏത് നിമിഷവും എങ്ങനെയും എവിടെ വെച്ചും സംഭവിക്കാം. ആ മരണത്തിന് വേണ്ടി നമ്മൾ നല്ല രീതിയിൽ ഒരുങ്ങുക എന്നതാണ് നമ്മുടെ ഈ ദുനിയാവിലെ കർത്തവ്യം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.